അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് എവരിവൺ. നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ 9ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നലെ നമ്മൾ ബ്രേക്ക് എടുത്തിരുന്നു, വെള്ളിയാഴ്ച ആയതുകൊണ്ട്. ഇന്ന് നമ്മുടെ ക്ലാസ് തുടരുകയാണ്. ഇന്നത്തെ നമ്മുടെ പാഠം, ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്ക് പറയണ്ടേ. എങ്ങനെ അത് പറയും? അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് മേ എന്നുള്ള ഒരു സഹായക ക്രിയയാണ് നാം ഉപയോഗിക്കേണ്ടത്. അതിനെ നടുവിലാണ് വെക്കേണ്ടത്, അറിയാമല്ലോ. ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റാണ്, അതിനുശേഷം മേ ഉപയോഗിക്കുക, പിന്നെ വെർബ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഹീ മേ കം, അവൻ വരാൻ സാധ്യതയുണ്ട്, ഉറപ്പില്ല. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യം പറയാം. ഹീ വിൽ കം എന്ന് പറഞ്ഞാൽ അവൻ വരുമെന്നാണല്ലോ അർത്ഥം. ഹീ ക്യാൻ കം, അവൻ വരാൻ കഴിയുമെന്നാണല്ലോ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യതയെ മാത്രം അറിയിക്കുന്ന സെൻറ്റൻസുകളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഓക്സിലറി വെർബായിട്ട് മേ എന്നതാണ്. അപ്പോൾ മേ എന്നതിന് നടുവിൽ ഉപയോഗിച്ചു, ഫസ്റ്റ് സബ്ജക്റ്റ് ഉപയോഗിക്കുക, മൂന്നാമത് വെർബ് ഉപയോഗിക്കുകയും ചെയ്യുക. അപ്പോൾ ഹീ മേ കം, അവൻ വരാൻ സാധ്യതയുണ്ട്. ദേ മേ കം, അവർ വരാൻ സാധ്യതയുണ്ട്. വി മേ കം, നമ്മൾ വരാൻ സാധ്യതയുണ്ട്. ഷീ മേ കം, അവൾ വരാൻ സാധ്യതയുണ്ട്. ഡോക്ടർ മേ ട്രീറ്റ്, ഡോക്ടർ ചികിത്സിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നമുക്ക് സാധ്യതയുണ്ട് എന്ന് പറയേണ്ട സെൻറ്റൻസുകളെ പറയാൻ കഴിയുന്നതാണ്. ഷീ മേ ഗോ, അവൾ പോകാം എന്ന് പറഞ്ഞാൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ഉപയോഗിച്ചത്? ഫസ്റ്റ് സബ്ജക്റ്റ് ഷീ ഉപയോഗിച്ചു, രണ്ടാമത് മേ എന്നുള്ള ഓക്സിലറി ഉപയോഗിച്ചു, മൂന്നാമത് ഗോ എന്നുള്ള വെർബ് ഉപയോഗിച്ചു. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ പറയേണ്ടത്. ദേ മേ ഫ്ലൈ, അവ പറക്കാം. ദേ എന്നതിന് അവർ എന്നും അവ എന്നും രണ്ടർത്ഥമുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പറക്കുന്ന പക്ഷികളെ സംബന്ധിച്ച് നമ്മൾ അവ എന്നാണല്ലോ പറയേണ്ടത് മലയാളത്തിൽ. ദേ മേ ഫ്ലൈ, അവ പറക്കാൻ സാധ്യതയുണ്ട്. ബ്രദർ മേ ഫോർഗെറ്റ് അസ്, സഹോദരൻ ഞങ്ങളെ മറക്കാൻ സാധ്യതയുണ്ട്. അവൾ ഞങ്ങളെ മറക്കാം. ഷീ മേ ഫോർഗെറ്റ് അസ്, അവൾ ഞങ്ങളെ മറക്കാം. സഹോദരി ഞങ്ങളെ മറക്കാം. എങ്ങനെ പറയും? സിസ്റ്റർ മേ ഫോർഗെറ്റ് അസ്, അവർ സിസ്റ്റർ മേ ഫോർഗെറ്റ് അസ്, ഞങ്ങളുടെ സഹോദരി ഞങ്ങളെ മറക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളെ ശിക്ഷിക്കാൻ സാധ്യതയുണ്ട്. അവർ ടീച്ചർ മേ പണിഷ് അസ്. ഇവിടെ അവർ ടീച്ചർ എന്നുള്ളതാണ് സബ്ജക്റ്റ്, ഞങ്ങളുടെ ടീച്ചർ, ഞങ്ങളെ പഠിപ്പിക്കുന്നയാൾ. മേ എന്ന് നടുവിൽ കൊടുക്കുന്നു, അതുപോലെ തന്നെ അതിനുശേഷം പണിഷ് എന്ന് ശിക്ഷിക്കുക എന്നതിനുള്ള വെർബ് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർ ടീച്ചർ മേ പണിഷ് അസ്, ഞങ്ങളുടെ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ഞങ്ങളെ ശിക്ഷിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാധ്യതയെക്കുറിച്ച് പറയുന്ന എല്ലായിടത്തും പറയാനുള്ള സെൻറ്റൻസിൻ്റെ ഓർഡറാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി നമ്മുടെ മെയിൻ ഉദാഹരണത്തിലേക്ക് വരാം. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമുക്ക് കാലാവസ്ഥയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പറയേണ്ടി വരും. അതിനുള്ള സെൻറ്റൻസ് നടുവിൽ മേ എണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. മഴ പെയ്യുക എന്നതിനുള്ള റെയിൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു കോമൺ സബ്ജക്റ്റ്, ഇതിനെ ഡമ്മി സബ്ജക്റ്റ് എന്നൊക്കെയാണ് ഇംഗ്ലീഷ് ഗ്രാമറിൽ പറയുക, എം ടി സബ്ജക്റ്റ് എന്നൊക്കെ പറയും. അതിന് നമ്മളൊരു ഇറ്റ് ചേർത്ത് കൊടുക്കുക. ഫസ്റ്റ് സബ്ജക്റ്റായിട്ടൊരു ഇറ്റ് ഉപയോഗിക്കുക, അതിനുശേഷം മേ ആണ് ഉപയോഗിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ. അതിനുശേഷം വെർബായിട്ടുള്ള റെയിൻ എന്ന് ഉപയോഗിക്കുക. ഇറ്റ് മേ റെയിൻ, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഹീ മേ കം എന്ന് പറഞ്ഞ പോലെ തന്നെ വി മേ ഗോ, നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അവൾ ഒരു നേഴ്സ് ആവാം എങ്ങനെ പറയാൻ പറ്റും? ആവുക എന്നുള്ളതിൻ്റെ വെർബ് കഴിഞ്ഞൊരു ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ട്, ബി എന്നുള്ളതാണ്. അപ്പോൾ സബ്ജക്റ്റ് ഷീ കൊടുക്കുന്നു, മേ എന്നുള്ളത് ഓക്സിലറി നടുവിൽ കൊടുക്കുന്നു, പിന്നെ വെർബ് ബി എന്നുള്ളത് കൊടുക്കുന്നു. അതിനുശേഷം എന്താവുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഭാഗം ഒരു നേഴ്സ് എന്നതാണ്. അപ്പോൾ എ നേഴ്സ്, ഷീ മേ ബി എ നേഴ്സ്, അവളൊരു നേഴ്സ് ആവാം. അപ്പോൾ എൻ്റെ സഹോദരൻ ഒരു ഡോക്ടർ ആവാം എങ്ങനെ പറയും? മൈ ബ്രദർ മേ ബി എ ഡോക്ടർ, എൻ്റെ സഹോദരൻ ഒരു ഡോക്ടർ ആവാം. എൻ്റെ സഹോദരൻ നല്ല ഡ്രൈവർ ആകാം എങ്ങനെ പറയും? മൈ ബ്രദർ മേ ബി എ ഗുഡ് ഡ്രൈവർ. അപ്പോൾ ആവാം എന്നുള്ളതിന് മേ ബി എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതിയാവും നടുവിൽ. സബ്ജക്റ്റ് ഏതാണെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുകയും വേണം. നമ്മുടെ മഴയെ സംബന്ധിച്ച് പറഞ്ഞ വാചകത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചു വന്നാൽ അവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ഇറ്റ് എന്നുള്ളൊരു കോമൺ ആയിട്ടുള്ള
സബ്ജക്റ്റാണ്. കാരണം മഴ എന്നുള്ളത് അത് തന്നെയാണല്ലോ പെയ്യുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റിനെയാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ ഡമ്മി സബ്ജക്റ്റ്, എം ടി സബ്ജക്റ്റ് എന്നൊക്കെയാണ് പറയുക എന്നും പറഞ്ഞു. അതിനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇറ്റ് മേ റെയിൻ, മഴ പെയ്യാം. ഇനി മറ്റൊരു വളരെ രസകരമായൊരു പ്രയോഗം എപ്പോഴും ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ പറയാറുള്ളൊരു വാക്കാണല്ലോ, മഴ പെയ്യാം, പെയ്യാതിരിക്കാം. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നതിന് നമ്മൾ പറയേണ്ടത് ഇറ്റ് മേ ഓർ മേ നോട്ട് റെയിൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള സാധ്യതയെക്കുറിച്ച് പറയുന്ന പാഠമാണ് ഇന്നത്തെ പാഠം. എല്ലാവരും നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുക. വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അധികം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വളരെ ഫ്ലുവൻ്റായി മാറാൻ വേണ്ടി ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ പാഠം.